പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. നിങ്ങളേറെ തേടി ലഭിച്ചത് അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി നിങ്ങൾക്ക് വേണ്ടി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ ദൈവം വരൾച്ച വരുത്തിയിരിക്കുകയാണ്. സർവമണ്ഡലങ്ങളിലും ഞാൻ വരൾച്ച, മാന്ദ്യം, സാമ്പത്തിക മാന്ദ്യം, കടബാധ്യത. എന്താ കാരണം? സർവകാര്യങ്ങളിലും, ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും കന്നുകാലിലും മനുഷ്യരിലും മൃഗങ്ങളിലും പറമ്പിലും ബിസിനസ്സിലും കൃഷിയിലും സർവമണ്ഡലങ്ങളിലും ഞാൻ വരൾച്ച വരുത്തി. നിങ്ങൾക്ക് അനുഗ്രഹമായി തന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ജോലിയാകട്ടെ, ഓഫീസാകട്ടെ, ബിസിനസ്സാകട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആകട്ടെ, പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആകട്ടെ, എന്തു തന്നെയാകട്ടെ, ആകാശവും ഭൂമിയും നിങ്ങൾക്ക് ഉപകാരമില്ല. അത് ഈയക്കട്ടിയും പിത്തളക്കട്ടിയായിട്ട് മാറി. അതൊരു അനുഗ്രഹം അല്ലാതായി മാറി. ശരീരം ദൈവം അനുഗ്രഹമാണ്, അതുപോലെ അനുഗ്രഹം അല്ലാതായി മാറി. അതൊരു ഭാരമായി മാറി, ദുർവഹമായ ഭാരമായി മാറി. കുടുംബം ഒരു അനുഗ്രഹമാണ്, അതൊരു ദുർവഹമായ ഭാരമായി മാറും. കുറച്ച് കഴിയുമ്പോൾ ഇടവക ഒരു അനുഗ്രഹമാണ്, കുറച്ച് കഴിയുമ്പോൾ ദുർവഹമായ ഭാരമായി മാറും. എല്ലാം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഭാരമാക്കി മാറ്റാൻ അധികം നേരം വേണ്ട. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്തുകൊണ്ട്? കഠിനാധ്വാനം ചെയ്യാത്തതുകൊണ്ടാണോ? നോട്ടവാശി ഇല്ലാത്തതുകൊണ്ടാണോ? സാമർഥ്യം ഇല്ലാത്തതുകൊണ്ടാണോ? കഴിവില്ലാത്തതുകൊണ്ടാണോ? പഠിപ്പില്ലാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ചോദിക്കുന്നു. ഇത്രയും അധ്വാനിച്ചു, ഇത്രയും ഓടി നടന്നു, സ്വന്തം വീട്, സ്വന്തം നാട്, സ്വന്തം ദേശം എല്ലാം ഉപേക്ഷിച്ച് പ്രവാസികളായി തലങ്ങും വിലങ്ങും നമ്മൾ അധ്വാനിച്ചു. രാത്രി 12 മണി 1 മണി വരെ അധ്വാനിച്ചു. വെളുപ്പിന് 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് അധ്വാനിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ? ദൈവം തന്നെ ഉത്തരം പറയുകയാണ്. കാരണം നമ്മളത് പറയില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം തന്നെ മറുപടി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. കർത്താവിൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ 3 ആലയങ്ങളുണ്ട്. 1 നമ്മുടെ ശരീരം, 2 നമ്മുടെ ഇടവപ്പള്ളി, 3 തിരുസഭ. ഇപ്പം നമ്മൾ തിരുസഭ എന്ന ആലയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ ആലയം തിരുസഭ തകർന്നു കിടക്കുന്നു. ഇടവകയിലെ യുവജനങ്ങൾ പള്ളിയിൽ വരുന്നില്ല, ഒരു തകർച്ചയല്ലേ അത്? വിശ്വാസം തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, കുമ്പസാരിക്കാൻ തോന്നുന്നില്ല, കുർബാന സ്വീകരിക്കാൻ തോന്നുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി, എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ
എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ പ്രാർത്ഥിക്കാൻ പറ്റാതെയായി, ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നവർ ദേവാലയത്തിൽ പോകാതെയായി, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ, ദ ലിവിങ് സ്റ്റോൺസ് ഓഫ് ഹോളി കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചെതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും വിലയുള്ളവർ, കുശവന്റെ കരവിലെ മൺപാത്രങ്ങൾ, ഈ മരണത്തിന് അപ്പുറത്തേക്ക് ഒരു വിശ്വാസമില്ല, നിത്യജീവനെ കുറിച്ച് ഒരു ചിന്തയില്ല, ആത്മാവിന് നിത്യത്തെക്കുറിച്ച് ചിന്തയില്ല, ഈ കളിമൺ പാത്രത്തെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഇപ്പം കർത്താവ് പറയാണ്, എനിക്ക് അതിനെക്കുറിച്ച് സങ്കടമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. സോഷ്യൽ മീഡിയ എടുത്തു നോക്ക്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, കേരളത്തിൽ ഓരോ ആഴ്ചയും പെർ വീക്ക് 2-3 ലേഖനങ്ങളോ ഫീച്ചറുകളൊക്കെ വെച്ചിറങ്ങുക ഈ കർത്താവിൻ്റെ സഭയെ ദുഷിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സഭയിലെ വിശുദ്ധ കാര്യങ്ങളെ നിന്ദിച്ചുകൊണ്ട്. ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നോക്കിക്കേ, അവിടെ ഭയങ്കരമായ താറടിക്കലാണ് പല വിധത്തിലും. വിശ്വാസം തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള, അവർ മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല, അവരുടെ ഒരു അനുഭവം വെച്ച് അവരുടെ ഒരു അവസ്ഥ ചിന്ത വെച്ചങ്ങനെ എഴുതുന്നതായിരിക്കും. അതിനകത്ത് വൈദികരുണ്ട്, അൽമായരുണ്ട്, സകല പ്രായത്തിലുള്ള സകല അവസ്ഥകളുള്ളവരുണ്ട് അതിനകത്ത്. കർത്താവിൻ്റെ സഭയിലുമുള്ള വിശ്വാസം നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നിരവധി സിനിമകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തൊക്കെ നമ്മൾ കയ്യും കെട്ടിയിരിക്കുക. നമ്മുടെ ആ സമയത്ത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ പേരാണ് നിസ്സംഗത, മരണകരമായ നിസ്സംഗത. ഒരക്ഷരം മിണ്ടില്ല. കർത്താവിൻ്റെ സഭയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന വിധത്തിൽ മരണകരമായ നിസ്സംഗത. ഞാൻ ഓർക്കുന്നുണ്ട്, 2014 വരെ ഞാൻ ഫേസ്ബുക്ക് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്തെങ്കിലുമൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. 2014 ചീത്തവിളിയും തെറിവിളി ആരംഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നല്ലതല്ല, നമുക്കിതൊന്നും നല്ലതല്ല. ഒരു വചനം പ്രഘോഷിക്കേണ്ട അച്ഛന് ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണോ? അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുകയാണോ നല്ലത്? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണോ നല്ലത്? നിങ്ങൾ പറ. ഉള്ള സമയത്ത് 10 വചനം പഠിച്ചാൽ അതിൻ്റെ ഗുണമുണ്ട്. ഈ ഫേസ്ബുക്ക് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന എന്തൊരു കാര്യം? ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് പറ്റിയതല്ല. ഒന്നാമത് സമയമില്ല, രണ്ടാമത്തത് മനസ്സിലാക്കി പറഞ്ഞെങ്കിൽ കുറേ സമയം പിടിക്കും. അത് നമുക്ക് പറ്റിയത്. അതൊക്കെ ചില പിള്ളേർ ചെറുപ്പക്കാരൊക്കെ ചെയ്യട്ടെ. ഞാൻ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഞാൻ നോക്കുമ്പോൾ നല്ല തീഷ്ണമതികൾ, നല്ല ശുശ്രൂഷകർ, അവരാരും ഫേസ്ബുക്കിൽ അധികം ആക്റ്റീവല്ല. അന്ന് അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ആരാണ് ആക്റ്റീവ് ഫേസ്ബുക്കിൽ? ഞാൻ അന്ന് നോക്കിയപ്പോൾ കണ്ടത് സഭേനെ ചീത്ത വിളിക്കുന്നവരും നിരീശ്വരവാദികളും യുക്തിവാദികളും മണ്ടരി ബാധിച്ചവരും എല്ലാ തരത്തിലുള്ള സഭേനെ നശിപ്പിക്കാൻ വേണ്ടി എന്തും പറയാൻ മടിയില്ലാത്തവർ പ്രബലമായി. നല്ല ആൾ പ്രാർത്ഥിക്കുന്നവരും നല്ല സ്വഭാവമുള്ളവരും നല്ല ഡീസൻസി ആയിട്ടുള്ള ആരും അതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ആക്റ്റീവ് അല്ല. ഓക്കെ എന്ന് കണ്ടാലൊന്നും മിണ്ടാതെ വേമ്പേ പോകുള്ളൂ. ഒരു കമൻറ്റ് പോലും എഴുതാൻ കൂട്ടാക്കില്ല. അത് മിണ്ടിയിട്ട് കാര്യമില്ല. ഞാനപ്പോൾ 1-2 പേരോട് അല്ല, നിങ്ങളെന്താ അതിനകത്തൊന്നും എഴുതാത്തത്? നമ്മുടെ കർത്താവിൻ്റെ സഭേനെയല്ലേ ചീത്ത വിളിച്ചിരിക്കുന്നത്? അല്ല, നമ്മുടെ കർത്താവിൻ്റെ കുർബാനേനെയല്ലേ ദുഷിച്ചിരിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണതല്ലേ ഇത് അവഹേളിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറയും, അതൊന്നും സാരമില്ല, നമ്മൾ ക്ഷമിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ ക്ഷമിച്ചാൽ മതി, എല്ലാം ശരിയായിക്കൊള്ളുന്നു. കർത്താവിൻ്റെ സഭ നമ്മൾ നോക്കണം, അത് കർത്താവ് നമ്മൾ ക്ഷമിച്ചാൽ മതി എന്ന് പറയും. ഞാനത് സത്യമായിട്ട് വിചാരിച്ചിരുന്നു. ക്ഷമിച്ച് എന്തായി? ആർക്കും എന്തും കയറി നിരങ്ങാവുന്നൊരു സ്ഥലമാക്കി മാറി. ആർക്കും വന്ന് കൊട്ടാവുന്നൊരു ചെണ്ടയായി മാറി കർത്താവിൻ്റെ സഭ. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ നോക്കാതിരുന്നാൽ, നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ അടുത്തേക്ക് എത്താൻ നോക്കണ്ട. അത് വായിച്ച് കർത്താവിൻ്റെ സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന അനേകം യുവതിവാക്കന്മാരുടെ ആത്മാവിന് നീ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം, ഉചിതമായ സമയത്ത് സംസാരിക്കാതെ
നീ പിൻവാങ്ങിയാൽ എൻ്റെ പ്രീതി നിൻ്റെ മേൽ ഉണ്ടായിരിക്കില്ല. ജ്ഞാനം നീ മറച്ചു വെക്കരുത്. പറയേണ്ടടുത്ത് പറയണം, എഴുന്നേൽക്കേണ്ടടുത്ത് എഴുന്നേൽക്കണം, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, സഭയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടടുത്ത് സഭയ്ക്ക് വേണ്ടി സംസാരിക്കണം, വിശ്വാസം ഡിഫെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് വിശ്വാസം ഡിഫെൻഡ് ചെയ്യണം. ക്ഷമിക്കുക ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ക്ഷമയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഡിഫെൻഡ് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ. നമ്മളെ അടിച്ച ഓക്കെ, ഇപ്പോൾ എന്നെ അടിക്കടിക്ക് ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ എത്ര അടിച്ചാലും എനിക്ക് സന്തോഷം. സ്വർഗത്തിൽ പ്രതിഫലം കൂടി കൂടി ഞാൻ നല്ല കിരീടമായിട്ട് സ്വർഗത്തിൽ ഇരിക്കും. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ സഭയെ ദുഷിക്കുമ്പം ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിരുന്നാലോ, ഒരുപാട് ചെറുപ്പക്കാരുടെ വിശ്വാസം പോകും. കാരണം അവർ വിചാരിക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കും. എനിക്കറിയാം സത്യം അങ്ങനെയല്ല, സത്യം ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്ന സത്യം ഞാൻ പറയണം. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കർത്താവിൻ്റെ സഭയിലെ അനേകം ചെറുപ്പക്കാരുടെയും അനേകം കുട്ടികളുടെയും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന സത്യം ഞാൻ പറഞ്ഞ് എൻ്റെ സഭയെ ഞാൻ ഡിഫെൻഡ് ചെയ്യണം എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നുള്ള അനേകം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലും കുടുംബത്തിലുള്ള നിരവധി തകർച്ചകളുടെ ഒരടിസ്ഥാന കാരണം ഇതുപോലെ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റനേകം മേഖലകളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയെ ചീത്ത വിളിക്കുകയും ദുഷിക്കുകയും പല വിധത്തിൽ അവഹേളിക്കുകയും വിശ്വാസത്തെ ചവിട്ടിത്തേക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതും അറിയാമായിരുന്നെങ്കിലും നിങ്ങൾ ഒരക്ഷരം മിണ്ടാതെ നിസ്സംഗത പാലിച്ചത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും വിനയ്ക്ക്, നാശത്തിന് കാരണമായി എന്ന് തന്നെയാണ് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത്. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ ചെയ്തിരിക്കും എൻ്റെ വിനയ്ക്ക് കാരണമാകും. അതിനൊരു ഉദാഹരണം നമ്മൾ കാണുന്നത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 13-14 അധ്യായങ്ങൾ. മോശപ്രവാചകൻ 40 ചാരന്മാരെ ജെറിക്കോ ദേശം രാജ്യം ഒറ്റുനോക്കാൻ വേണ്ടി വിടുകയാണ്. ചാരന്മാരെ വിടുകയാണ്. അവർ പോയി ആ ദേശം മുഴുവനും ഒറ്റുനോക്കിയതിന് ശേഷം അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ ദേശം വളരെ നല്ലതാണ്, എന്നാൽ അവിടെ വലിയ മല്ലന്മാരുണ്ട്, നമ്മൾ ചെന്നാൽ അവർ നമ്മളെ കൊന്നുകളയും, നമ്മുടെ ജീവനോടെ വെച്ചേക്കില്ല, അവർ നമ്മൾ വിഴുങ്ങിക്കളയും, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ 2 പേര് എഴുന്നേറ്റ് നിന്നു, ജോഷുവയും കാലബും. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 30-34 വരെയുള്ള വാക്യങ്ങളായിക്കോട്ടെ. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ, നിഫിലിമിൽ നിന്ന് വന്ന അനാക്കിമിൻ്റെ മല്ലന്മാരായ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ചും അങ്ങനെ തന്നെ തോന്നി കാണുമായിരിക്കുന്നു. ഈ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ബാക്കി എല്ലാവരും പറഞ്ഞു. ജോഷുവയും കാലബും മാത്രം പറഞ്ഞു, നോ 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 നോ, അതല്ല ശരി, അതല്ല ശരി, നമുക്ക് ശക്തിയുണ്ട്, നമ്മൾ പോയാൽ കീഴ്പ്പെടുത്താൻ പറ്റും. അവർ കണ്ട സത്യം അവർ പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവർ ഭീതിപ്പെടുത്തുന്ന വാർത്ത പറഞ്ഞു. അവർ ഭീതിപ്പെടുത്തുന്ന വാർത്ത പറഞ്ഞു എന്ന് മാത്രമല്ല, അവർ ജനത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. ഇന്നത്തെ മീഡിയ പോലെ അന്ന് ഈ ആളുകൾ ഈ നേതാക്കന്മാരെയാണ് വിട്ടത്. ഈ നേതാക്കന്മാർ ഈ ജനത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് അവർ ജനത്തെ സ്വാധീനിച്ചു. രാത്രി മുഴുവൻ ജനങ്ങൾ വാവിട്ട് നിലവിളിച്ചു. അവർ ഭയങ്കരമായ പ്രശ്നത്തിലായി. 14-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ. രാത്രി മുഴുവൻ ജനം ഉറക്കം നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. ഇതുപോലെ രാത്രി മുഴുവൻ ജനങ്ങൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ഒരു വിമത നേതാവിനെ തിരഞ്ഞെടുത്തു. വിമത നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ തിരിച്ച് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഈ 6 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒരു നേതാവിൻ്റെ കീഴിലാണ് നിന്നിരുന്നു. ഇപ്പുറത്ത് വെറും 2 പേര് മാത്രം, മോശയും അഹ്റോനും.
മോശയും അഹ്റോനും മാത്രം ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത്. ഇത്രയും കാലം മോശയും അഹ്റോനും ജനത്തെ നയിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞു. ഒരു നേതാവിൻ്റെ കീഴിൽ ജനങ്ങൾ മുഴുവൻ, ലക്ഷക്കണക്കിന് ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി മറുഭാഗത്ത്. ഈ മോശയും അഹ്റോനും മാത്രം ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ഇപ്പം ജനം പറയണത്. ഉടനെ ജോഷുവയും കാലബും, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആ സമയത്ത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ രീതിയിലാണ് ബാക്കിയുള്ളവർ പോയിക്കൊണ്ടിരിക്കുക. ഭൂരിപക്ഷത്തിനെതിരെ സംസാരിക്കാൻ ആരും കൂട്ടാക്കില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉറപ്പിക്കണം: ഭൂരിപക്ഷത്തിനെതിരെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കണം. അതിനാണ് ഫാസ്റ്റിങ്ങും പ്രയറും എല്ലാം ശക്തിപ്പെടുത്തുന്നത്. ഭൂരിപക്ഷത്തിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ ശക്തി പ്രാപിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 14 അധ്യായം 6 തൊട്ട് 8 വരെ വാക്യങ്ങൾ. ദേശം ഒറ്റുനോക്കാൻ പോയവരിൽ നൂനിൻ്റെ മകൻ ജോഷുവായും യെഫുന്നയുടെ മകൻ കാലബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു: ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജോഷുവയും കാലബും മാത്രമുണ്ട് മോശയ്ക്കും അഹ്റോനും വേണ്ടി സംസാരിക്കാൻ. സഭയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ബിഷപ്പുമാരെ നിങ്ങൾ ഒറ്റപ്പെടുത്തുമായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ വികാരിച്ച് നിങ്ങൾ ഒറ്റപ്പെടുത്തുമായിരിക്കും. സ്വഭാവത്തിൻ്റെ കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞു വരണത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ നിയോഗമുണ്ട്, ദൈവത്തിൻ്റെതായ രീതികളുണ്ട്. അന്ന് ഈ ജോഷുവയും കാലബും രണ്ടുപേരും മാത്രം സംസാരിക്കാൻ. ബാക്കി മജോറിറ്റി നിങ്ങൾക്ക് ദീർഘകാല സുരക്ഷിതത നൽകുകയില്ല. നിങ്ങൾ 2 കൈയും തലയിൽ വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അത് നമ്മൾ വായിക്കുന്നത് ജെറമിയ 2:37 നിങ്ങളുടെ ദൈവത്തിൻ്റെ വഴികൾ വിട്ടും നിങ്ങളുടെ ദൈവം നടത്തിപ്പിൻ്റെ കാലങ്ങൾ മറന്നും നിങ്ങളൊരു നിശ്ചിത കാലഘട്ടം വരുമ്പോൾ നിങ്ങളുടെ തന്നിഷ്ടം അനുസരിച്ച് ദൈവത്തെ മറന്ന് നിങ്ങൾ നടന്നു നീങ്ങിയാൽ, ജെറമിയ 2:37 പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ മറന്ന് നിങ്ങൾ ആരുടെ പക്കൽ അഭയം തേടിയോ അവിടെ നിന്ന് 2 കൈ നിന്റെ തലയിൽ വെച്ചുകൊണ്ട് നീ മടങ്ങിപ്പോരും. നീ വിശ്വാസം അർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരുകയില്ലെന്ന് നീ അറിഞ്ഞുകൊള്ളൂ എന്നാ പറയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 14 അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ കാണുന്ന എങ്ങനെയാണ്, ഈ ജോഷുവയും കാലബും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജോഷുവയും കാലബിനെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ഈ 6 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉച്ചത്തിൽ പറയുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നിൽക്കുമ്പം, വിശ്വാസം ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുമ്പം 10,000 നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, 10,000 നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ഭൂരിപക്ഷം നോക്കി ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് സത്യം നിങ്ങൾ വിചാരിക്കരുത്. തിരുസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. ആ രാത്രി ദൈവശക്തി ഇറങ്ങി, സാരികൾ മാറി, ദൈവത്തിൻ്റെ ശക്തി ആ സമൂഹത്തെ വ്യത്യാസപ്പെടുത്തി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനുശേഷം ഈ ജനം, ഈ 6 ലക്ഷം വരുന്ന ജനം ചെയ്ത ഈ ഒരു നെറികേട്, ദൈവം അവർക്ക് തെരഞ്ഞെടുത്ത് കൊടുത്ത ആ ഒരു നേതൃത്വത്തെ തിരസ്കരിച്ച് ഒരു പ്രത്യേക സ്റ്റേജ് വന്നപ്പം ബഹളി പൂണ്ട് ചാടി മറിഞ്ഞ് ചെയ്ത ഈ നെറികേടിന് ആ ജനം എങ്ങനെ പ്രാശ്ചിത്യം ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സംഖ്യയുടെ പുസ്തകം 14:29 തൊട്ട് 37 വരെ വാക്യങ്ങൾ. ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ ഇതാ നിങ്ങളോട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ, ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നത് വരെ ഇനി ഈ ജനം കാനാൻ നാട്ടിൽ പ്രവേശിക്കില്ല. അവിടെ കിടന്ന് നരകിച്ച് മരിക്കും. ഈ 2 പേര് മാത്രം അവരെ പ്രവേശിക്കും. യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും.
നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. 40 ദിവസം ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യും. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും. ദേശം ഉറ്റുനോക്കാൻ പോയ മോശ അയക്കുകയും മടങ്ങി വന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പിറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്ത ആളുകൾ പ്രവേശിക്കാൻ ഇടയാകാത്ത വിധം മരുഭൂമിയിൽ അവസാനത്തത് മരിച്ചു വീഴുന്നത് വരെ അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്, ജോഷുവയും കാലബും അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, പ്രഭാഷകൻ 46:9, കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. ഒരുപാട് കുടുംബങ്ങൾ അന്യം നിന്ന് പോവുകയാണ്, തലമുറകളിലാണ് നശിച്ചു പോവുകയാണ്. എന്നാൽ ദൈവഭയത്തോടെ മേൽക്കീഴ് വിചാരത്തോടെ നിലപാടുകൾ എടുത്തവരുണ്ട്. കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെയും മരിക്കുന്നത് വരെയും നിലനിന്നു. അവൻ മലമ്പ്രദേശങ്ങൾ കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. എന്താ കാലബിൻ്റെ പ്രത്യേകത? അവൻ സത്യത്തിന് സാക്ഷ്യം വഹിച്ചു. അവൻ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചു. ഭൂരിപക്ഷത്തെ അവൻ ഭയന്നില്ല, ഭൂരിപക്ഷത്തിന് കൈയടിക്കേണ്ടി ഇറന്നു നിന്നില്ല. അവൻ എഴുന്നേറ്റ് പറയേണ്ടടുത്ത് പറഞ്ഞു. അറിയാവുന്ന ജ്ഞാനം, അറിയാവുന്ന സത്യം മറച്ചു വെച്ചില്ല. അവൻ പറഞ്ഞു, ഇത് ശരിയല്ല, കർത്താവ് നമുക്ക് തന്ന മോശയുടെ കൂടെ നിൽക്കണം, മോശ നയിച്ചാൽ നമ്മൾ പോകണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് പേര് ഇതിനകത്തിരിപ്പുണ്ട്. ഫേസ്ബുക്കിൽ എഴുതാമായിരുന്നു, എഴുതിയില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം പറയാമായിരുന്നു. എനിക്ക് ഇടവകയെന്ന് ഗുണമുണ്ടായിട്ടുണ്ട്, എനിക്ക് വൈദികരറിയാം, ഈ വൈദികർ ഒരുപാട് പേരെ എനിക്കറിയാം, അവർ 100% കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞ് അറിയാവുന്ന കാര്യങ്ങൾ പറയണമായിരുന്നു. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി വി ഹാവ് ടു ഫൈറ്റ് ഫോർ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അത് ക്ഷമയായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണത്. അത് ക്ഷമയായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്, നമ്മുടെ ഡ്യൂട്ടിയാണത്. പോൾ 6 മാർപ്പാപ്പ പറഞ്ഞതാണ്, മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായിരിക്കും. യേശുവിൻ്റെ 2ാം വരവിൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പാപ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ഇറങ്ങിപ്പോകരുത്. സാധിക്കുന്നവർ ഒരു അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി എഴുതാനും സംസാരിക്കാൻ തുടങ്ങണം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, ട്വിറ്റർ ആണെങ്കിൽ ട്വിറ്ററിൽ, പിന്നെ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൽ, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം. എഴുതാനും പറഞ്ഞുകൊണ്ടേയിരിക്കണം, എഴുതിക്കൊണ്ടേയിരിക്കണം. നിലപാടുകളെടുത്ത് നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. തിരുസഭയ്ക്ക് വേണ്ടി നിലപാടെടുക്കാനും തിരുസഭയ്ക്ക് വേണ്ടി സംസാരിക്കാനും തിരുസഭയുടെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനും ഈച്ച് ആൻഡ് എവരി ക്രിസ്ത്യൻ ഈസ് ഡ്യൂട്ടി ബൗണ്ട്. നമ്മുടെ അമ്മയുടെ കാര്യമാണത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ കാലബിനോടും ജോഷുവായോടും കൂടെ യാത്ര ചെയ്ത 6 ലക്ഷത്തിൽ പരം വരുന്ന കാനാൻ നദിക്ക് വിളിക്കപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പാപനിമിത്തം അവരുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ നിബന്ധിച്ചു. ഇന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇന്ന് വിഷമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി, എങ്ങനെ തുടങ്ങി ഈ വിഷമം? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട് സഹായകന്റെ സഹായം ലഭിക്കുന്നില്ല? യേശു സഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകി, ഇന്ന് സഹായകന്റെ സഹായം ലഭിക്കുന്നില്ല. യേശു നിത്യജീവന് വേണ്ടി തിരുശരീര രക്തം നൽകി, ഇന്ന് നിത്യജീവനുമില്ല, വിശുദ്ധിയില്ല. എഴുന്നേറ്റ് നിൽക്കാം. കാരണം മരണകരമായ നിസ്സംഗത. ഇതിന് 10,000 വേണ്ട സഹോദരങ്ങളെ. ഭൂരിപക്ഷം ഒരു വഴിക്ക് പോകും. If there is Holy Spirit in you, you will have a stand. സൂസനയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ദാനിയേലിൽ ആ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല.
ദാനിയേലിൻ്റെ ജീവിതത്തിൽ കൂടെ നിന്ന് ദൈവം പ്രവർത്തിച്ചു. കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സഹോദരങ്ങളെ. നമ്മുടെ കർത്താവ് രക്തം ചിന്തി നേടിയ സഭയാണിത്. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുവേ, ഈ രാത്രി അങ്ങയുടെ ഒരു ഉണർവ് ഞങ്ങൾക്ക് തരണം. മരണകരമായ നിസ്സംഗത വിട്ട് കർത്താവെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തോടും അങ്ങയുടെ രക്തം ചിന്തി അവിടെ നേടിയെടുത്ത തിരുസഭയോടും അതിനോടൊരു തുറവി എനിക്ക് തരണം. ഈ നിസ്സംഗത വിട്ട് ഉണർവോടെ പ്രവർത്തിക്കാൻ, എൻ്റെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു കൃപ എനിക്ക് തരണം. എൻ്റെ വിശ്വാസം ഡിഫെൻഡ്, ഒരു വാക്കാണെങ്കിൽ ഒരു വാക്കോട് സംസാരിക്കാൻ, ഒരു പേപ്പർ കഷ്ണത്തിൽ എഴുതാനാണെങ്കിൽ എഴുതാൻ, ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ എനിക്ക് ഉണർവ് തരണം കർത്താവേ. ഉച്ചത്തിലൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവകൃപയുടെ ആത്മാവേ, ഉണർവിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യമേ, അതിശക്തമായ എന്നിൽ ഉച്ചത്തിൽ വസിക്കേണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കേണമേ. അരൂപിയേ, വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന്റെ കർത്താവിനെ ഈ സമയം മുട്ടിന്മേൽ നിന്ന് ഹൃദയം നുറുങ്ങി ഏറ്റു പറയുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവേ, യേശുവേ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശു അവനാരിലും വലിയവൻ. യേശു, 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 യേശു അവനാരിലും മതിയായ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, യേശു, യേശുവേ, യേശു, യേശുവേ, അവനാരിലും വലിയവൻ. യേശു, യേശു അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാ, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.